കഴിഞ്ഞ തവണ ഷാഫി പറമ്പലിന്റെ വിജയത്തെ കുറിച്ച് പഠിച്ചപ്പോൾ അത് അവസാനമായി കണ്ണാടി പഞ്ചായത്തിലും മാത്തൂരിലും വോട്ടെണ്ണുമ്പോൾ, അതായത് സി പി എമ്മിന്റെ ശക്തി കേന്ദ്രങ്ങളിൽ വോട്ടെണ്ണിയപ്പോൾ അവിടെ ഷാഫിക്ക് ഒടുവിൽ ജയിക്കാൻ കഴിഞ്ഞു. ഇത് സി പി എമ്മിന്റെ ഒരു കൈ സഹായം കൊണ്ടാണ് ഈ ജയം സാധ്യമായത് എന്ന വിമർശനങ്ങൾ അന്ന് തന്നെ വന്നതാണ്. കോൺഗ്രസ് അന്നതിനെ സെക്യുലാർ വോട്ടുകൾ എന്ന് വിശേഷിപ്പിച്ചു. ഏതായാലും ഷാഫിയുടെ അന്നത്തെ വിജയത്തിന് പിന്നിൽ ഇങ്ങനെ ചില കളങ്കിതമായ ഇടപെടലുകൾ എന്ന് ഞാൻ അതൊരു കോട്സിൽ പറയുകയാണ് ഉണ്ടായി എന്നൊരു ആക്ഷേപമുണ്ടായിരുന്നു. ഇന്നിപ്പോൾ നിങ്ങളൊരു പ്രധാനപ്പെട്ട വിഷയമായി ഒരു ന്യൂനപക്ഷ പ്രശ്നത്തെ ഉയർത്തുന്നുണ്ടല്ലോ. അതായത് ഏറ്റവും ഒടുവിൽ മുഖ്യമന്ത്രി തന്നെ കഴിഞ്ഞ അദ്ദേഹത്തിൻ്റെ യോഗത്തിൽ അദ്ദേഹം പറഞ്ഞത് ഈ പാണക്കാട് തങ്ങളെ വിമർശിച്ചുകൊണ്ട് ജമാഅത്തെ ഇസ്ലാമിയുടെ വഴിയെ പോകുന്നു, ബാബറി മസ്ജിദ് ഇഷ്യൂവിൽ എടുത്ത നിലപാടുകൾ സംബന്ധിച്ച കാര്യങ്ങളിൽ വിമർശിക്കുന്നു. ഇപ്പോൾ ഈ തീവ്രവാദ സ്വഭാവമുള്ള സംഘടനകളുടെ വോട്ട് അത് ചോദിച്ചുകൊണ്ട് കോൺഗ്രസ് ജനങ്ങളുടെ അടുത്ത് എത്തുന്നു. ഈ സ്വഭാവത്തിൽ ഇന്നിപ്പോൾ എം പി രാജേഷ് പറഞ്ഞത് എല്ലാം വ്യാജമാണ്, ന്യൂനപക്ഷ പ്രേമം പോലും കോൺഗ്രസിനെ സംബന്ധിച്ച് വ്യാജമാണ്, അതൊക്കെയാണ് ഈ തെരഞ്ഞെടുപ്പിൽ ചർച്ചയാകാൻ പോകുന്നത് എന്നാണോ ഇടതുമുന്നണി കരുതുന്നത്? അതല്ലെങ്കിൽ പിന്നെ ഈ ന്യൂനപക്ഷ രാഷ്ട്രീയത്തിലൂന്നിയുള്ള ഈ ഇടപെടലുകൾ നിങ്ങൾ എന്ത് ലക്ഷ്യം വെച്ചാണ് നടത്തുന്നത്? തീർച്ചയായിട്ടും അങ്ങയുടെ ചോദ്യം പ്രസക്തമാണ്, തെരഞ്ഞെടുപ്പ് സംബന്ധവുമാണ്, തർക്കമില്ല, ഞാൻ അതിലേക്ക് വരിക തന്നെ ചെയ്യാം. പക്ഷേ തൊട്ടു മുമ്പ് ബഹുമാനിയായ കോൺഗ്രസ് പ്രതിനിധി ഞാൻ ന്യായമായ ചില കാര്യങ്ങളിലെ സംശയങ്ങൾ, കോൺഗ്രസിനുള്ളിലുണ്ടായ അന്തചിന്തകൾ, നിങ്ങളുടെ സംസ്ഥാന ജനറൽ സെക്രട്ടറി മുതൽ DCC ജനറൽ സെക്രട്ടറിയും ദളിത് കോൺഗ്രസിന്റെ മണ്ഡലം പ്രസിഡന്റും പിരായിരി ഗ്രാമപഞ്ചായത്ത് അംഗവും കുടുംബവും വരെ നീണ്ടു നിൽക്കുന്ന ഒരു ഡസനിലേറെ കോൺഗ്രസ് നേതാക്കന്മാർ രാജിവെച്ച് പോയ കാര്യം സൂചിപ്പിക്കുമ്പോൾ ഞങ്ങളുടെ അഭിപ്രായമല്ലല്ലോ, അവർ കേരളത്തിന്റെ പബ്ലിക് ഡൊമൈന് മുമ്പിൽ വിളിച്ചു പറഞ്ഞ അഭിപ്രായമല്ലേ. നിങ്ങൾക്ക് വർഗീയതയ്ക്ക് മുമ്പിൽ സത്യസന്ധമായ നിലപാടില്ല, വർഗീയത എന്ന് കേൾക്കുമ്പോൾ നിങ്ങൾ മുട്ടിലഴയും, ഗോൾവൽക്കറുടെ ചിത്രം കാണുമ്പോൾ നിങ്ങൾ നിലത്തെഴയും, ശാഖ ആക്രമിക്കാൻ വരുന്നു എന്ന് കേൾക്കുമ്പോൾ പോയി കാവൽ കിടക്കും. ഇതൊക്കെ പറഞ്ഞത് ഞങ്ങളാരുമല്ലല്ലോ, ഇതൊക്കെ പറഞ്ഞത് കേരളത്തിലെ പരിണിത പ്രജ്ഞരെന്ന് സ്വയം അവകാശപ്പെടുന്ന ഒരു പ്രതീതി നിർമ്മാണം നടത്തിയിട്ടുള്ള പ്രതിപക്ഷ നേതാവ് മുതൽ പ്രദേശ് കോൺഗ്രസ് കമ്മിറ്റിയുടെ പ്രസിഡന്റ് വരെയല്ലേ. അതിനെതിരെയുള്ള സ്വാഭാവിക പ്രതിഷേധമല്ല ഉയർന്നു വന്നത്. ആ പ്രതിഷേധം ഉയർന്നു വന്നപ്പോൾ എന്താ കോൺഗ്രസ് പ്രതിനിധിയുടെ മറുപടി? ഞങ്ങൾ കുലംകുത്തി ഒന്നും വിളിച്ചില്ല, ഞങ്ങൾ ആരും തൊട്ടിട്ടില്ല, ഞങ്ങളൊന്നും രോമത്തെ പോലും സ്പർശിച്ചിട്ടില്ല. എൻ്റെ കോൺഗ്രസ് പ്രതിനിധി ഇങ്ങനെ വന്നിരുന്ന് ന്യായം പറഞ്ഞ് സ്വയം മറ്റെന്തെങ്കിലും ആകാൻ വേണ്ടി നിൽക്കേണ്ടതുണ്ടോ? ആരായിരുന്നു ലാൽജി കൊള്ളന്നൂര്? ആരായിരുന്നു മധു ഈച്ചിരത്ത്? CPIM നേതാക്കന്മാരാണോ? നിങ്ങൾ കൊന്ന് അറപ്പ് തീർന്നു കഴിഞ്ഞപ്പോൾ സ്വന്തം കൊടി പിടിച്ച് നടക്കുന്ന നിങ്ങളുടെ കൂടെയുള്ളവന്മാരെ വെട്ടിക്കൊന്നു കളഞ്ഞു ഇല്ലേ? മധു ഈച്ചിരത്തിന്റെ ലാൽജി കൊള്ളന്നീരിന്റെ മാതാപിതാക്കൾ ചങ്കുതല്ലി വിളിച്ചു പറഞ്ഞ കോൺഗ്രസ് നേതാക്കന്മാരുടെ പേര് എന്നെ ഇവിടെ ഇരുത്തിക്കൊണ്ട് പറയിപ്പിക്കണോ? അതുകൊണ്ട് അനാവശ്യമായിട്ട് അത്തരം കാര്യങ്ങളിലേക്കൊന്നും പോകണ്ട. പോയാൽ കോൺഗ്രസ് പ്രതിനിധിക്കെന്നല്ല, നിങ്ങളുടെ മൂത്താപ്പമാർക്ക് പോലും ഒരു സംവാദത്തിലും വന്നിരുന്ന് മറുപടി പറയാൻ കഴിയാതെ വരും. അതുകൊണ്ട് കുത്തിയതിൻ്റെയും കൊന്നതിൻ്റെയും ഒക്കെ കണക്കെടുത്ത് വെച്ചാൽ ആ എണ്ണത്തിൽ കോൺഗ്രസ് നേതാക്കന്മാർ കോൺഗ്രസ്സുകാരെ കൊന്നിടത്തോളം വരില്ല മറ്റൊന്നും എന്നുള്ളത് ചരിത്രബോധമുള്ള ഏത് മലയാളിക്കും, കേട്ടല്ലോ, ഏത് മലയാളിക്കും ബോധ്യം വരും. പിന്നെ കോൺഗ്രസ് പ്രതിനിധി അദ്ദേഹത്തിന്റെ അവസരത്തിൽ പറഞ്ഞു, പാലക്കാട് ചർച്ച ചെയ്യുന്നത് കർഷകരുടെ കണ്ണീരും വിലക്കയറ്റവും ഉൾപ്പെടെയുള്ള കാര്യങ്ങളാണ്. ചർച്ച ചെയ്യാമെന്നേ. പാലക്കാട് നിയോജക മണ്ഡലത്തിൽ ഒരു 10 കാര്യം നടപ്പിലാക്കിയതിനെ സംബന്ധിച്ച് അങ്ങേക്ക് പറയാൻ കരളുറപ്പുണ്ടോ? ഇന്ദിരാഗാന്ധിയുടെ പേരിൽ ഒരു സ്റ്റേഡിയം പണിത് ഇന്ദിരാഗാന്ധിയെ അപമാനിച്ച കോൺഗ്രസ് നേതാവ് ആരാ? അങ്ങേക്ക് കരളുറപ്പുണ്ടോ 24ന്റെ ചാനൽ സംഘത്തെ ഒന്ന് വെല്ലുവിളിക്കാൻ? ഇപ്പൊ പോയി ഒന്ന് ഷൂട്ട് ചെയ്തുകൊണ്ട് വാ. ഇന്ദിരാഗാന്ധിയുടെ പേരിൽ പാലക്കാട് പണി കഴിപ്പിച്ചിട്ടുള്ള ആ സ്റ്റേഡിയം, അതിനുള്ളിൽ എന്തൊക്കെയാണ് നടക്കുന്നത്? എത്ര മാലിന്യക്കുഴിയുണ്ട്? അതിൻ്റെ ഉള്ളിലെ യഥാർത്ഥമായ സ്ഥിതി എന്താണ്? ഇപ്പോഴത്തെ അതിൻ്റെ അവസ്ഥ എന്താണ്? കേരളത്തിലെ 140 മണ്ഡലങ്ങളിലും ഓരോ ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂൾ, അതായത് UDFന്റെ സമയത്ത് നിങ്ങൾ ബുൾഡോസർ ഉപയോഗിച്ച് നഷ്ടത്തിലാണെന്ന് പറഞ്ഞ് ഇടിച്ചു നിരത്തിയ പൊതുവിദ്യാഭ്യാസ സ്ഥാപനമില്ലേ മലാപ്പുറം ഉൾപ്പെടെയുള്ള സ്കൂളുകൾ? ആ സ്കൂളിനെ ഞങ്ങൾ അന്തർദേശീയ എത്തിച്ചു എന്ന് മാത്രമല്ല, കേരളത്തിലെ സ്വകാര്യ അൺഎയ്ഡഡ് സ്ഥാപനങ്ങളിൽ നിന്ന് കുട്ടികൾ കേരളത്തിന്റെ പൊതുവിദ്യാഭ്യാസ സ്ഥാപനങ്ങളിലേക്ക് ഒഴുകിയെത്തി. അപ്പോഴും തകർന്ന തരിപ്പണമായി കിടക്കുന്ന ഒറ്റ സ്കൂളേ ഉള്ളൂ. ഏതാ മണ്ഡലം? പാലക്കാടാണ് കോൺഗ്രസ് നേതാവായ മണ്ഡലം. ഏതാ സ്കൂള്? 10 വർഷം മുമ്പ് മുഖ്യമന്ത്രി CPM-നല്ലല്ലോ, അതെന്തായാലും കോൺഗ്രസ് പ്രതിനിധി അംഗീകരിക്കുമല്ലോ. 10 വർഷം മുമ്പ് ഡിജിറ്റലൈസേഷൻ പ്രഖ്യാപനം നടത്തിയിട്ടും ഇപ്പോഴും പറ്റിക്കപ്പെട്ടിട്ടുള്ള കേരളത്തിലെ ഒരു സ്കൂളേ ഉള്ളൂ. അങ്ങയുടെ ദീർഘകാല കോൺഗ്രസ് പ്രാതിനിധ്യത്തിന്റെ അനുഭവമുള്ള പാലക്കാട് മണ്ഡലത്തിലെ മോയിൻ സ്കൂള്, ഇതൊക്കെ ജനങ്ങൾ ചർച്ച ചെയ്യില്ലേ?
ചർച്ച ചെയ്താൽ നിങ്ങൾക്ക് എന്താ മറുപടികളെന്ന് പറയാൻ? വിലക്കയറ്റത്തെ സംബന്ധിച്ച് തന്നെ നമുക്ക് ചർച്ച ചെയ്യാം. അല്പമാസങ്ങൾക്ക് പുറകിൽ യൂണിയൻ ഗവൺമെന്റും കേരളത്തിലെ ചില മാധ്യമങ്ങളും പ്രസിദ്ധീകരിച്ച വാർത്തയുണ്ട്. എന്താണ്? കേരള ദ സ്റ്റേറ്റ് വിത്ത് ലോവസ്റ്റ് ഇൻഫ്ലേഷൻ. ഇന്ത്യയാകെ വിലക്കയറ്റം കൊണ്ട് പൊറുതിമുട്ടുമ്പോൾ ഇന്ത്യയിൽ തന്നെ ഏറ്റവും കുറഞ്ഞ വിലക്കയറ്റമുള്ള ഇന്ത്യയിലെ മൂന്നാമത്തെ സംസ്ഥാനത്തിന്റെ പേര് കോൺഗ്രസ് നേതാവേ എന്റെയും അങ്ങയുടെയും ആങ്കറുടെയും നാടായ നമ്മുടെ കേരളമാണ്. പറഞ്ഞത് യൂണിയൻ ഗവൺമെന്റ് ആണ്, ദേശീയ അന്തർദേശീയ മാധ്യമങ്ങളാണ്. അപ്പൊ ഇതിനെയൊക്കെ സംബന്ധിച്ച് ചർച്ച ചെയ്യണമെങ്കിൽ ചർച്ച ചെയ്യാം, മെറിറ്റോറിയസ് ആയി തന്നെ ചർച്ച ചെയ്യാം. പിന്നെ പറയുമ്പോൾ എന്താണ്, അദ്ദേഹം പല പേരുകളെയും തെറ്റായിട്ടാണ് പ്രയോഗിക്കുന്നത്. അദ്ദേഹം പറയുന്നു അബ്ദുൾ ഷുക്കൂർ CPM-ന്റെ ഏരിയ സെക്രട്ടറി ആണെന്ന്. അങ്ങ് മനസ്സിലാക്കണം, CPM-ന് ആ പേരിൽ ഒരു ഏരിയ സെക്രട്ടറി പാലക്കാട് ഇല്ല. ഞങ്ങൾക്കൊരു ഏരിയ കമ്മിറ്റി മെമ്പർ ഉണ്ട്. അദ്ദേഹം അല്പം നേരത്തേക്ക് തെറ്റിദ്ധരിക്കപ്പെട്ടു. അദ്ദേഹം തിരിച്ച് ഞങ്ങളുടെ പാർട്ടിയുടെ കൂടെ വന്നു. അതിശക്തമായി UDF-ന്റെ പരാജയത്തിനായിട്ടും ഇടതുപക്ഷത്തിന്റെ വിജയത്തിനായിട്ടും പ്രവർത്തിച്ചു. അദ്ദേഹത്തെ കൂട്ടിക്കൊണ്ട് വന്ന നേതാവ് CPM-ന്റെ കേന്ദ്ര കമ്മിറ്റി മെമ്പർ അല്ല. അങ്ങ് ബാലപാഠമെങ്കിലും മനസ്സിലാക്കണം, അദ്ദേഹം CPM-ന്റെ സംസ്ഥാന കമ്മിറ്റി അംഗമാണ്.